പറ്റി പറയുന്നുണ്ട്. പരസ്പരം തിരുത്തുകയും തെറ്റുകൾ ചെയ്യുന്നവരെ തടയുകയും ചെയ്യാത്ത കപ്പൽ. രമ്യ ഹരിദാസിന്റെ പ്രസംഗം ഇന്നലെ കേട്ടായിരുന്നു. നമ്മുടെ വീണ ജോർജിനെ ഒന്ന് ആക്കി വിട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വീണ ആ ഭാഗത്ത് ഇല്ലാതെ നന്നായി, അല്ലെങ്കിൽ ഭൂമിയിലോട്ട് അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി എന്ന് ചിലപ്പോൾ പുള്ളിക്കാർ പ്രാർത്ഥിച്ചു പോയനെ. വീണയുടെ ഭരണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഈ ഇലക്ഷൻ ഒരു മാസം മുമ്പ് പുള്ളി ഒരു എന്താ പറയുക, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പാലം ഉദ്ഘാടനത്തിൻ്റെ. ആ പാലം ഉദ്ഘാടന സമയത്താണെങ്കിൽ പാലം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ആദ്യം ആയപ്പോഴത്തേക്ക് ചേച്ചിക്ക് അതിനെ അങ്ങ് ഉദ്ഘാടിക്കണം, കാരണം ഇലക്ഷൻ വരാൻ പോവല്ലേ. ജനങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അറിഞ്ഞു കൊടുത്തൊരു വ്യക്തിയാണ്. കാരണം ഒരു യോഗ്യതയില്ല ആരോഗ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ വേണ്ടി, ഒരു യോഗ്യതയില്ല. ഞാൻ പറയാതെ തന്നെ അറിയാലോ പുള്ളിയുടെ രീതി സ്വഭാവം. ഈ അടുത്ത സമയത്ത് KSU പിള്ളേർ പെടലേക്ക് പിടിച്ച് ഓടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ എന്തൊക്കെ കള്ളങ്ങൾ അവർ വളച്ചൊടിച്ച് തിരിച്ച് ഏതൊക്കെ രീതിയിൽ ആ കഥകൾ പോയി. സത്യാവസ്ഥ പിന്നെ ജനങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴോ പിന്നെ അവർക്ക് ജാമ്യവും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതേ KSU പിള്ളേർ തന്നെ ഇവർക്കെതിരെ, അതായത് ഇവർക്കെതിരെ വോട്ട് പിടിക്കാനും കാര്യങ്ങളും എല്ലാ കാര്യത്തിനും അവന്മാർ മുന്നിട്ട് നിന്നായിരുന്നു. അവിടെ റിസൾട്ടും കിട്ടി, അവിടെ കോൺഗ്രസ്സുകാർ ജയിച്ചു. ഇവരുടെ അഹങ്കാരം. ഓക്കെ, എന്തായാലും നമുക്ക് പഴയ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന സഭ്യ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക, ലൈക്ക് അടിക്കുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്യുക. ഈ കപ്പൽ ആടി ഉലയുകയാണ്, പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. അതെ, ഇവറ്റകൾക്ക് തള്ളാൻ മാത്രമേ അറിയത്തുള്ളൂ. കപ്പൽ ആടി ഒലയുകയും ചെയ്ത് മുങ്ങിപ്പോവുകയും ചെയ്ത് അവസാനം കപ്പിത്താൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ. ED വരെ വീട്ടിൽ വന്നു. ആ കാര്യത്തിൽ പിന്നെ അദ്ദേഹത്തിന് കുറ്റം പറയാനും പറ്റത്തില്ല. മോളെ ചോദ്യം ചെയ്തതാണ്, അദ്ദേഹത്തിനോട് ഒരു ചോദ്യമോ കാര്യങ്ങളോ ഒന്നും ചെയ്യിച്ചിട്ടുമില്ല, അത് വേറെ കാര്യങ്ങൾ. അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല. പക്ഷെ അവിടെ പെട്ടുപോയത് പാവപ്പെട്ട കുറേ ജനങ്ങളാണ്, പാവപ്പെട്ട കുറേ പാർട്ടിക്കാരും അതിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ മുന്തിയ ലെവലിൽ ജീവിക്കുന്ന പാർട്ടിക്കാർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. EDയെ തൊട്ടാലുള്ള എന്താണെന്ന് പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല രീതിയിൽ അറിയത്തില്ല. അത് കുഴപ്പമില്ല, വഴിയെ മനസ്സിലായിക്കോളും. ഇത് വേറൊരു ലെവൽ കേസ് കേട്ടാണ്. ED കേസ് കേട്ടൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല. ഓക്കെ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സർ. ഈ നവകേരളത്തിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് വീടുണ്ടാകും. ഈ നവകേരളത്തിൽ ജനാധിപത്യം പുലരും. ഈ നവകേരളത്തിൽ മതേതരത്വം പുലരും. സർ, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ PT തോമസ് പറഞ്ഞു പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞു. സർ, ബാലനായിരിക്കുമ്പോൾ കൗമാരപ്രായത്തിൽ തൊഴിലാളികൾക്കിടയിലും കർഷകർക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ട് മുഷ്ടിയാകാശത്തേക്ക് ചുരുട്ടി ഇൻകുലാബ് വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം നടന്ന നേതാവാണ് സർ സഖാവ് പിണറായി വിജയൻ. 71 തലശ്ശേരി കലാപത്തിൽ മതസ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നെഞ്ചുറപ്പോടെ നിന്ന വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന നേതാവാണ് സർ സഖാവ് പിണറായി വിജയൻ. ഒരുപാട് അങ്ങ് ചേച്ചി അങ്ങ് സൂചിപ്പിച്ച് പുള്ളിക്കാരൻ ഇപ്പം നേട്ട കട്ടയം പടക്കമായിട്ട് ഒരു മൂലകിരിപ്പുണ്ട് പ്രതിപക്ഷ നേതാവായിട്ട്. ഉള്ള കാര്യം തുറന്നു പറയാം, പുള്ളി അത് ചോദിച്ച് മേടിച്ചോട്ടെ. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ പുള്ളിക്ക് നല്ല 18ന്റെ പണി കിട്ടിയേനെ. കാരണം അതുണ്ടോ ഒറ്റ കാര്യം കൊണ്ടാണ് ഇപ്പം ED വീട്ടിൽ വന്ന സമയത്തും ഈ പറയുന്ന പോലീസുകാരും ഈ നാട്ടുകാരും പാർട്ടിക്കാരും ഒക്കെ വളഞ്ഞതും പുള്ളിക്ക് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് ആ പാവപ്പെട്ട ഈ DYFIക്കാർക്കും SFIക്കാർക്കും അവിടുത്തെ പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന ജീവൻ പണയം വെച്ച് നടക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടായി പോയില്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കുറച്ചും കൂടെ സങ്കടം. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ കപ്പൽ ആടി ഉലയുകയല്ല. ഈ കപ്പൽ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണ്. ആ തീരത്ത് വിജയത്തിന്റെ ചെങ്കൊടി മാറും. അവിടെ ജനാധിപത്യവും മതേതരത്വവും പുലരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയും ഒരിക്കൽ കൂടി അവിശ്വാസ പ്രമേയത്തെ അതിശക്തമായി എതിർക്കുകയും ചെയ്യും. ഓക്കെ, ഇനി രമ്യയുടെ പുള്ളിക്കാരി വന്നിട്ട് പറച്ചിലൊക്കെ ഒന്ന് കേൾക്കണം. കുറെ ആൾക്കാരൊക്കെ ട്രോളുന്നുണ്ടായിരുന്നു. അവളെ എഴുതിക്കൊണ്ട് വന്നയാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവര്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനങ്ങളിൽ ഒരു കപ്പലിലെ യാത്രക്കാരെ പറ്റി പറയുന്നുണ്ട്. പരസ്പരം തിരുത്തുകയും തെറ്റുകൾ ചെയ്യുന്നവരെ തടയുകയും ചെയ്യാത്ത കപ്പൽ മുങ്ങിപ്പോകും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സാർ. അങ്ങനെയുള്ള ഒരു കപ്പൽ കേരളത്തിലും ഉണ്ടായിരുന്നു സാർ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെയും തെറ്റുകൾ തിരുത്താതെയും മുങ്ങിപ്പോയ ഒരു കപ്പൽ. ആ കപ്പലിൽ ആളുകൾ പലതരം അതിക്രമം നടത്തിയപ്പോൾ കപ്പലിനെ രക്ഷിക്കേണ്ടിയിരുന്ന കപ്പിത്താൻ മെഗാ തിരുവാതിര ആസ്വദിക്കുകയായിരുന്നു സാർ. കപ്പലിലെ ജനങ്ങൾ കപ്പലിന്റെ കേടുപാടുകൾ സൂചിപ്പിച്ചപ്പോൾ പോലും കടക്കുപുറത്തു എന്നും മാറി നിൽക്കങ്ങോട്ട് എന്നും വീട്ടിൽ പോയി ചോദിക്കുകയെന്നും ആയിരുന്നു സാർ കപ്പിത്താന്റെ മറുപടി. സാർ, ആ കപ്പൽ നടത്തിയപ്പോൾ കപ്പലിനെ രക്ഷിക്കേണ്ടിയിരുന്ന കപ്പിത്താൻ മെഗാ തിരുവാതിര ആസ്വദിക്കുകയായിരുന്നു സാർ. കപ്പലിലെ ജനങ്ങൾ കപ്പലിന്റെ കേടുപാടുകൾ സൂചിപ്പിച്ചപ്പോൾ പോലും കടക്കുപുറത്തു എന്നും മാറി നിൽക്കങ്ങോട്ട് എന്നും വീട്ടിൽ പോയി ചോദിക്കുകയെന്നും ആയിരുന്നു സാർ കപ്പിത്താന്റെ. ആ ഇലക്ഷന് എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പാണ് ഒരു വ്യക്തി
സഖാവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചത്. ഒറ്റ വാക്കിൽ തന്നെ പുള്ളി പറഞ്ഞു വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്തെ തെറ്റ്. പുള്ളി അവസാനം സഖാവിനെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഭാഗത്താണ് തെറ്റ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിച്ചത് ശരിയായില്ല എന്നുള്ള രീതിയിലാണ്. ഇതെല്ലാം പഴയ കാലമൊന്നുമല്ല, സോഷ്യൽ മീഡിയയാണ്. എല്ലാ കാര്യങ്ങളും പുറം ലോകം മൊത്തം കാണുന്ന ഒരു സംഭവമാണ്. ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. സത്യമായിട്ടുള്ള രീതി. ഇപ്പം തന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 5000-ഓളം കോടി രൂപ ഖജനാവിലുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ നിന്ന് ഒരാളെ ചിലപ്പോൾ കാണുന്ന വ്യക്തി നിങ്ങളുടെ നിന്ന് ഒരു 100 രൂപ ഞാൻ മേടിച്ച് 100 രൂപ മേടിച്ചിട്ട് 50 രൂപ ചിലവാക്കിയിട്ട് 50 രൂപ പോക്കറ്റ് വെച്ച്. അപ്പോഴും ഞാൻ നിങ്ങൾക്ക് കടക്കാരനാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഇവർ കോടികൾ കടം മേടിച്ചിട്ട് 5000 രൂപ അങ്ങോട്ട് ബാലൻസ് ഉള്ളതാണത്. അപ്പോഴും ഓരോ വ്യക്തികൾക്ക് ഓരോ ഇതിൽ കൊടുക്കാനുള്ളതൊക്കെ കോടിക്കണക്കിന് രൂപയാണ്. ഇതൊന്നും ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അറിയത്തില്ല. ഖജനാവി 5000 കിടപ്പുള്ളപ്പം അതേ വിശ്വസിക്കൂ. പറഞ്ഞാൽ മനസ്സിലാകാം. അപ്പോൾ ഇതൊന്നും തല കയറാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പാർട്ടിയെ പല ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യാത്തത്. പിന്നെ ഇപ്പോഴും വാദിക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരെന്താണെന്ന് അറിയാം, അവർ പാർട്ടിയെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ചില പഴയ ആൾക്കാർക്കൊന്നും ഇതൊന്നും മനസ്സിലാകത്തുപോലും. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അവരിപ്പോഴും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ പറഞ്ഞു പറ്റിക്കാൻ പറ്റും. ഉള്ള കാര്യം പറയാലോ, പറഞ്ഞു പറ്റിക്കാൻ പറ്റും. അതിവിടെ നല്ല രീതിയിൽ ഇവിടുത്തെ സഹാക്കന്മാർ ചെയ്യുന്നുമുണ്ട്. ചേച്ചി ബാക്കി കൂടെ പറ. കപ്പൽ മുങ്ങിയില്ല എങ്കിൽ അത്ഭുതമേ ഉള്ളൂ. മുങ്ങിയില്ലെങ്കിൽ മലയാളികൾ ആ കപ്പലിനെ മുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് സാർ. കേരളത്തിലെ ജനങ്ങൾ എന്തെല്ലാം ആ കപ്പൽ മുക്കിയിട്ടുണ്ട് അല്ലേ? വമ്പൻ തോൽവിയായിരുന്നു ഈ ഒരു പാർട്ടിക്ക് ഉണ്ടായത്. ഇതുപോലൊരു തോൽവി ഇനി ഈ പാർട്ടിക്ക് കിട്ടാനുമില്ല. ഇനിയിപ്പോൾ റീ എലക്ഷൻ വെക്കാവും. ഈ 35 സീറ്റും കൂടെ പോകും. ആ ലെവലിലാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവരുടെ സമരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരിക. ഇപ്പം ചിരി വരികയാണ്. അന്ന് കോൺഗ്രസ്സുകാർ എന്തൊക്കെ ചെയ്തതോ അത് തന്നെ ഇവരും ചെയ്യാൻ നോക്കുന്നു. എന്നിട്ട് കുറേ മുടന്ന ന്യായങ്ങൾ. മാത്രം നിയന്ത്രിക്കുന്ന ഒരു കപ്പലല്ല സാർ പുതിയ സർക്കാർ. ഇത് 102 ബോഗികൾ ഉള്ള ഒരു വിസ്മയ ട്രെയിനാണ്. ഇതിൽ ഗാർഡുമാരുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും ടെക്നീഷ്യന്മാരുടെയും ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ ഉത്തരവാദിത്വത്തോടെയാണ് ഈ ട്രെയിൻ ഓടുക. ഈ ട്രെയിനിലെ യാത്രക്കാർ ജനങ്ങളാണ് സാർ. അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ട്രെയിൻ യാത്രയുടെ സൗകര്യങ്ങളും കൂട്ടുന്നതിനും പുതിയ റൂട്ടുകൾ അനുവദിക്കുന്നതിനും പരിഗണിക്കും സാർ. സിഗ്നലുകൾ കൃത്യമായി പാലിച്ച് കഴിഞ്ഞ കാലത്ത് നശിച്ച പാലങ്ങൾ നന്നാക്കി പരമാവധി വേഗം ആർജിച്ച് ഈ ട്രെയിൻ കൃത്യസമയത്ത് ഓരോ സ്റ്റേഷനിലും ഓടിയെത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും സാർ. ഈ ട്രെയിൻ ഈ രാജ്യത്തിന് മാതൃകയായ ഒരു ട്രെയിനായി മാറും സാർ. നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി ചിറയിൻകീഴുകൾക്ക് വേണ്ടി കേരളത്തിൽ അടിപൊളി. ഇവരുടെ ഈ പ്രസംഗത്തിന് കൈയടി കൊടുക്കണം. കാരണം അത്യാവശ്യം ഒരു ഓണാണ് ജനങ്ങൾക്കെതിരെ. ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ രമ്യ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇടയ്ക്ക് മോശമായിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പറയാലോ, ഇടയ്ക്ക് ഇവർ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇവർക്ക് ഈ പാട്ട് മാത്രമേ ഉള്ളായിരുന്നു ഒരു സംസാരം ഉണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം അവിടെ ഏരിയയിലുള്ളവരൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവരവിടെ ചെല്ലുന്നുണ്ട്. കൂടുതലും അവരെല്ലാ ഇടത്തും ഒരു മെമ്പർ എത്തുന്ന പോലെയാണ് ഒരു MLA എത്തുന്നതെന്നാണ് പറയാൻ കഴിയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീണ ജോർജിനിട്ട് ഈ ഒരു സംഭവം കൊടുത്തപ്പോൾ. അതുകൊണ്ട് മാത്രമായിട്ട് ഞാൻ ചെയ്തൊരു കോണ്ടന്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു ഗൈസ്.